അപ്പോൾ നമ്മൾ ക്രിസ്റ്റോ ടോമി ഡയറക്റ്റ് ചെയ്ത് ഉർവശി, പാർവതി തിരുവോത്ത് ആൻഡ് പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം പുള്ളിയുടെ കറിയൻ സൈനയുടെയൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് തണ്ടറടിച്ചിരുന്നിട്ടുണ്ട്. കാരണം ഒരു സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കറിയൻ സൈനയുടെ. അത് സിനിമ ലെവലിനേക്കാളും എക്സ്പീരിയൻസ് ആയിരുന്നു അത് കണ്ടതിന് ശേഷം. അപ്പോൾ പുള്ളിയുടെ ഒരു മൂവിയാണ് ഉള്ളൊഴുക്ക്. നമുക്കറിയാം അമീർ ഖാൻ്റെ മറ്റേ ഷോയിൽ ഫസ്റ്റ് പ്രൈസ് ഫോർ സ്ക്രിപ്റ്റ് അടിച്ച സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക്. ഈ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീം പെർഫോമൻസുകളുടെ ഒരു കൂടിച്ചേരലാണ് ഈ സിനിമ. ഉർവശി മേമ ആയാലും പാർവതി ആയാലും രണ്ടുപേരും അതിഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓരോ ഷോട്ടുകൾ എടുത്തു പറയാനാണെങ്കിൽ ഈ സിനിമ മൊത്തം ഉണ്ട്. കാരണം ഓരോ അവരുടെ ഒരു ട്രാൻസിഷൻ ആയാലും അതിൻ്റെ ഇമോഷണൽ ഫ്രസ്ട്രേഷൻ ആയാലും ഒരു അതിഗംഭീരമായിട്ട് തന്നെ അവർ രണ്ടുപേരും അതിനെ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമനെ മൊത്തം ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഇമോഷണൽ മൂവിയാണ്. കുറേയധികം മനസ്സിന്, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിന് വളരെയധികം രണ്ട് ഡിഫറെൻറ്റ് ലേഡി ക്യാരക്ടേഴ്സ്, അവരുടെ ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈല്, അതിനെങ്ങനെ ഒരു ഒത്തുകൊണ്ടുപോകുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് വളരെയധികം നല്ലൊരു നരേഷൻ രീതിയായിരുന്നു. ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമ്മൾ തന്നെ അവസാനം വരെയും കൺഫ്യൂഷനിലാവും. നമ്മൾ ആദ്യം കാണുന്ന പോലെ ശരിയാണ്, അവൾ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ അയാളെ പറ്റിക്കപ്പെട്ടു എന്ന് വിചാരിക്കും. പിന്നീട് നോക്കുമ്പോൾ പുള്ളി പറ്റിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അവളാണല്ലോ ശരി അല്ലെങ്കിൽ ഇവരാണല്ലോ ശരി എന്ന് തോന്നിക്കുന്ന ഡിഫറെൻറ്റ് പെർസെപ്ഷനിലൂടെ പോകുന്നൊരു മൂവിയാണ് ഉള്ളൊഴുക്ക്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു അഞ്ജു എന്ന കഥാപാത്രം കല്യാണം കഴിഞ്ഞ് വരുന്നു. അവളുടെ മദർ ഇൻ ലോയാണ് ലീലാമ്മ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഉർവശി മാമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. വീട്ടിൽ സമ്മതിക്കുന്നില്ല. വലിയൊരു തറവാട്ടിൽ നിന്നൊരു ആലോചന വരുന്നു. അവിടേക്ക് കെട്ടി അയക്കുന്നു. ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലാത്തൊരു ലൈഫായിരുന്നു. പിന്നീട് ഭർത്താവിന് അസുഖം വന്ന് മരണപ്പെട്ടു പോകുന്നതും പിന്നീട് റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അഞ്ജു എന്ന കഥാപാത്രത്തിന് ഒരു അഫെയർ ഉള്ളത് കാരണം തിരിച്ച് അയാൾ എത്തുന്നു. എങ്ങനെയാണ് ആ ലൈഫ് എന്നുള്ളത്. ലീലാമിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞെങ്കിലും ഹസ്ബൻഡും മക്കളുമായിട്ട് വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. സോ അതിനെ റിവീൽ ചെയ്യുന്ന ഒരു നിമിഷമൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഉർവശി ചേച്ചി ഒരു രക്ഷയില്ലാത്ത പെർഫോമറാണ്. പുള്ളിക്ക് ക്യാമറയിൽ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ ഷോട്ട് കൊടുത്താലും അതിഗംഭീരമായി തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗംഭീര ആർട്ടിസ്റ്റുകളാണ് ഉർവശി മേഡവും നമ്മുടെ പാർവതിയും. അതിലേക്ക് എടുത്തു പറയേണ്ട കുറേ ഷോട്ടുകളുണ്ട്. അതായത് ഒരു ബാത്റൂമിലൊരു സീനുണ്ട്. പാർവതിയുടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ ഒരു മിററിലോട്ടൊരു ഇതുണ്ട്. പിന്നെ ഫോൺ എടുത്തതിന് ശേഷം ഉർവശി മേഡത്തിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഒരു സാധാരണ അമ്മയിൽ നിന്നും പെട്ടെന്നൊരു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ രണ്ടുപേരുടെയും ചേർന്നുള്ള ഒരു ഫ്രെയിം ഉണ്ട്. രണ്ടുപേരുടെ എക്സ്പ്രഷൻസും അവൻ്റെ ഇത് കാണിക്കുന്നത്. അങ്ങനെ ഈ സിനിമയിൽ വളരെയധികം ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേയധികം ഫ്രെയിംസ് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. പിന്നെ കുറേയധികം ഞാൻ പറഞ്ഞ പോലെ ഫ്രെയിംസ് റിച്ച് ഫ്രെയിമാണ്. ആ കുട്ടനാടിൻ്റെ ഈ മരണപ്പെട്ടതിന് ശേഷം കുട്ടനാട് വെള്ളം കയറുന്നതും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. സോ നിങ്ങളത് കണ്ട് തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു ഇതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നരേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. ഈ സിനിമ എങ്ങനത്തെ ഒരു മൂവി ആയിരിക്കും, ഇതൊരു ഓഫ് ബീറ്റ് സിനിമയാണ്. അതായത് ഒരു ക്രിഞ്ചായി പറയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം സ്ലോലി നരേറ്റ് ചെയ്ത് പോകുന്ന നമ്മളെ വളരെയധികം എനിക്ക് സിനിമ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു ഇമോഷണൽ ഒരു ഇതുണ്ടായി. കാരണം ഒരു സാഡ് ഉണ്ടാവും അവസാനത്തെ ഒരു കാഴ്ചയിലാകുമ്പോൾ. ഈ രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് തമ്മിൽ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പോലെ ലീലാമ്മ എന്ന ക്യാരക്ടർ അങ്ങനെ തന്നെ ജീവിച്ച് അതാണ് ശരി അല്ലെങ്കിൽ അതാണ് സന്തോഷം എന്ന് പറയുന്നിടത്ത് അഞ്ജു എന്ന ക്യാരക്ടർ അങ്ങനെ ഒരു ഇതിൽ ഞാൻ ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. റിയാലിറ്റി അതല്ല, ഇമോഷൻ മാത്രം കൊണ്ട് കാര്യമില്ല, റിയാലിറ്റി എന്ന് പറയുന്ന മറ്റൊന്നാണെന്നുള്ള രീതിയിൽ കൊണ്ടുപോയിരുന്നതും ഒക്കെ നന്നായിരുന്നു. ആൻഡ് മെയിൽ ക്യാരക്ടേഴ്സായിട്ട് വന്ന പ്രശാന്ത് മുരളിയും ആൻഡ് അർജുൻ രാധാകൃഷ്ണൻ രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. അതിൽ പ്രശാന്ത് മുരളി ക്യാരക്ടർ എന്നൊരു സാധാരണ മനുഷ്യനാണ്. ബേസിക് നീഡ്സ് മാത്രം, അതായത് ഒട്ടും സന്തോഷവാദി ആയിരുന്നില്ല അഞ്ജു എന്ന ക്യാരക്ടർ. കാരണം അഞ്ജുവിനെ സംബന്ധിച്ചോളം ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇതല്ല സ്നേഹം, കൂടെ കിടക്കാനും കാര്യങ്ങൾ ചെയ്യാൻ മാത്രമാണെങ്കിൽ ഒരു ഭാര്യയുടെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ സ്നേഹം എന്നുള്ളത് മറ്റൊന്നാണ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അത്രയും രോഗം വന്ന് ഇതാകുമ്പോഴും പുള്ളിയുടെ ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള
ഒരു വെമ്പൽ മാത്രം ആ ക്യാരക്ടർ കാണിച്ചു. അത് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ രാധാകൃഷ്ണൻ അതുവരെയുള്ള നല്ല രീതിയിലാണെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന സാധനം ഒരു 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 നിമിഷം തൻ്റെ സെൽഫിഷ് മനോഭാവം കൊണ്ട് എങ്ങനെ മാറുമെന്നുള്ള ഒരു ഇത് കണ്ടു. ഒറ്റ ഷോട്ട്, അതിന് വളരെയധികം ക്യാരക്ടർ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. അതുവരെ സ്മൂത്തായി കൊണ്ടുപോകുന്ന ഒരേ ഒരു ഡയലോഗ്, ഒരേ ഒരു ഷോട്ട്, ഇറ്റ്സ് ഓവർ. അതിൻ്റെ അൾട്ടിമേറ്റ് എന്ത് പറയുന്നത് എന്താണെന്ന്. അപ്പോൾ പാരലായി പോകുന്ന ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ ജോയിൻ ആകുന്നതും ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ടോപ്പ് ഷോട്ട് ഉണ്ട്, അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഉർവശി ചേച്ചി ഓഫ് മാൻ എന്തൊരു പെർഫോമറാണ്. ചില സീനുകളെല്ലാം, എല്ലാ സീനുകളും ആ ഭാവങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ അങ്ങനെ എടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പാർവതി ഗംഭീര പ്രകടനമായിരുന്നു. സോ ഫീമെയിൽസിനെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നവരോട് ഈ സിനിമ കാണാൻ ഞാൻ പറയും. കാരണം ഒരു കഥാപാത്രം എഴുതുമ്പോൾ അതിന് ആപ്റ്റ് ആണെങ്കിൽ, ഒരു സ്ത്രീ കഥാപാത്രം എഴുതുകയാണെങ്കിൽ അതിന് സ്ത്രീ കഥാപാത്രം തന്നെയല്ലേ എടുക്കാൻ പറ്റില്ലല്ലോ, ആണ് പെണ്ണ് വേഷം കെട്ടാൻ പറ്റില്ലല്ലോ. സോ ക്യാരക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യുകയാണ്. അപ്പോൾ എഴുത്തുകാർ എങ്ങനെയാണോ അവരുടെ മൈൻഡിൽ കഥകൾ വരുന്നത് അതിനനുസരിച്ചിട്ടേ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ഇപ്പോൾ പണ്ടൊക്കെ തമിഴ് സിനിമയിൽ പറയും വെറുതെ ഒരു നായിക ഡാൻസ് പാട്ട്, അതുപോലെ അവിടെ വെക്കാൻ പറ്റില്ല. സോ ഉള്ളൊഴുക്ക് കാണുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമ. കാരണം ഞാൻ പറഞ്ഞ പോലെ 2 കിടിലൻ പെർഫോമൻസുകൾ കാണാം. സിനിമ ഒരു ഫ്ലോയിൽ അങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ കുറേയധികം ഇമോഷണൽ രംഗങ്ങൾ നമ്മളെ ടച്ച് ചെയ്യും. ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ തോന്നും. സോ നല്ല നെറേറ്റീവ് സ്റ്റൈലായിരുന്നു, ഗംഭീര റൈറ്റിംഗ് ഒക്കെ ആയിരുന്നു, നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു. സോ ഉള്ളൊഴുക്ക് കാണുക, നല്ല ഗംഭീര സിനിമയാണ്. ആദ്യം തന്നെ അത് ഈ സിനിമ എത്തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് പോയി കാണുക. ഇല്ലാതെ ഒരു മടുപ്പിച്ചു അല്ലെങ്കിൽ ലാഗ് അടിച്ചു എന്നൊക്കെ പറയുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. ഇത് അത്തരത്തിലുള്ള ഒരു സിനിമയല്ല, ഇതൊരു ഇമോഷണൽ ഡ്രാമ തന്നെയാണ്. കുറച്ചൊരു സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. സോ അത് മനസ്സിലാക്കി പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.